ഗാസ നഗരം പൂർണ്ണമായും പിടിച്ചടക്കാനുള്ള സൈനിക പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ അംഗീകാരം. മന്ത്രിസഭാ സമിതി ഭൂരിപക്ഷ വോട്ടിലൂടെയാണ് അംഗീകാരം നൽകിയതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഏതായാലും വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആദിൽ കൂടി ചേരുന്നുണ്ട്. ആദിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. പൂർണ്ണമായും ഗാസയെ തുടച്ചു നിൽക്കുക തന്നെയാണ്. ഗാസയെ തുടച്ചു നീക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ. അപ്പോൾ ഇതിൽ കൂടുതൽ തീരുമാനങ്ങളൊന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗാസയ്ക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതെ വിനീഷ, 2 വർഷത്തോളമായി, 2 വർഷം എന്ന് നമ്മൾ പറയാൻ കഴിയില്ല, കാലങ്ങളായിട്ട് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം വലിയ രൂക്ഷമായിട്ട് തുടരുന്നൊരു ഘട്ടത്തിലാണ് നിലവിൽ പുതിയൊരു നീക്കവുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റാണ് ഗാസ മുനമ്പിനെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കർമ്മ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭയുടെ ഭൂരിപക്ഷ വോട്ടിലൂടെയാണ് അംഗീകാരം ലഭിച്ചത് എന്നുള്ളതാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. പ്രധാനമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കുക, അതുപോലെ തന്നെ ഗാസ മുനമ്പിൻ്റെ സുരക്ഷാ നിയന്ത്രണം ഏറ്റെടുക്കുക, ഗാസ മുനമ്പിനെ സൈനികവൽക്കരിക്കുക, ഈ ബന്ദികളാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കുക, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസും പലസ്തീനും അതോറിറ്റിയും അല്ലാതെ മറ്റൊരു ഭരണകൂട സംവിധാനത്തെ ഗാസയുടെ നിയന്ത്രണം ഏൽപ്പിക്കുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിട്ടാണ് ഇവർ ഈ പദ്ധതി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഗാസയ്ക്കകത്ത്, പലസ്തീനകത്ത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഗാസയുടെ 3 ഭാഗവും നിലവിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് നിലനിൽക്കുന്നത്. 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ 4/1 ഭാഗം കൂടെ ഇസ്രായേൽ കൈയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ അഭയാർത്ഥികളായി കഴിയുന്ന ആളുകളടക്കം മറ്റു ജനങ്ങൾക്കെല്ലാം വലിയ രീതിയിലുള്ള ദുസ്സഹമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നിലവിൽ പട്ടിണി മരണങ്ങളാലും മറ്റു ദുരന്തങ്ങളാലും കൊടിയ ദുരന്തം പേറുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറയുന്നുണ്ട് ഇതിൽ അഭയാർത്ഥികളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസും ബ്രിട്ടനും കെയർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം ഈ പദ്ധതി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ജർമ്മനി ഇസ്രായേലിലേക്കുള്ള യുദ്ധക്കോപ്പുകൾ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തകൾ പങ്കുവച്ചത്.